അപ്പൊ ആ പെൺകൊച്ചു വിചാരിച്ചിട്ടുണ്ടാവും ഇവൻ എന്തോ വലിയ ഗൈനക്കോളജിസ്റ്റ് ആണ്, നീ പൊട്ടത്തരം പറഞ്ഞത് കേട്ട്. മറ്റേ ദൈവം വെള്ളാപ്പള്ളി നടേശ ദൈവമേ, എന്നെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ. എന്താണ് ചേച്ചി ഭയങ്കര ആലോചനയിലാണല്ലോ? ഞാൻ വന്നത് പോലും അറിഞ്ഞില്ല. അതെ, നമ്മുടെ ഈ അടുത്ത വീട്ടിലത്തെ വിലാസിനി ചേച്ചി അവരെന്നോട് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കാര്യം ചോദിച്ചു. അവരുടെ മോള് ഇവിടെ പ്രസവത്തിന് വന്നിട്ടുണ്ട്. ഈ ഗൈനക്കോളജിസ്റ്റിന്റെ പേര് അവര് പറഞ്ഞത് അഖിൽ മാരാണെന്നാണ്. അങ്ങനത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ നിനക്കറിയുള്ളൂ? അയ്യോ, അതേ പേരുള്ള വേറൊരു തരികിട പാർട്ടിനെ എനിക്കറിയാം. അവൻ ഈ ആദ്യം ഈ ഓറഞ്ച് കച്ചവടമൊക്കെ ആയിട്ട് നടന്നിരുന്നേന്ന്. അവന്റെ പേര് ഇത് തന്നെയാണ്, ഈ അഖിൽമാരാർന്ന്. അവന്റെ കാര്യങ്ങൾ പറയാം. ആദ്യം അവൻ പറഞ്ഞ് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും ഭേദം വല്ല ഭിക്ഷാടനം നടത്തണമെന്ന്. എന്നിട്ട് അതേ ബിഗ് ബോസിൽ പോയി നാട്ടുകാരുടെ കയ്യും കാലും പിടിച്ച് വോട്ടും കിട്ടി. എങ്ങനെയാ ബിഗ് ബോസിൽ അവൻ വിജയിയായി. പിന്നെ ഈ തട്ടിപ്പ് പാർട്ടി അവൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും ടിവിയിലോ റേഡിയോയിലോ തല കാണിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ച് സ്ഥാനാർത്ഥിയുമാക്കും. അങ്ങനെ ആ തട്ടിപ്പ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ടെന്നാണ് കേട്ടത്. അത് ശരി, അവനാണ് നിക്കണത്. അവിടുത്തെ MLA ആവൂന്നൊക്കെ പറയുന്നുണ്ടല്ലോ. MLA ആവൂ? പക്ഷെ അവൻ ഇപ്പൊ പറയണ എങ്ങനെയായിരുന്നു, അവിടുത്തെ അവന്റെ എതിർ സ്ഥാനാർത്ഥി ഉമ്മാ തോമസേ കോടികളൊക്കെ അവിടെ ചെലവാക്കി അവൻ ചെലപ്പോ അവനാകൂലെന്നൊക്കെ. അല്ലായിരുന്നെങ്കിൽ എന്തായാലും ജയിച്ചേനെ. കോടികൾ ഇറക്കിയത് കൊണ്ട് കോടികൾ ഇറക്കിയത് അവന്റെ MLA സ്ഥാനം പോയി. അപ്പൊ അവനാണ് ഈ ഗൈനക്കോളജിസ്റ്റ്. അല്ല, ഇന്നാളെ അവൻ ഈ പ്രസവത്തിനെ പറ്റി എന്തൊക്കെയോ വിടവായത്തം പറഞ്ഞ് എയറിലായിട്ടുണ്ടായിരുന്നു. ഇനി അത് വല്ലതും കേട്ടിട്ടാണോ എന്നുള്ള അറിയില്ല. അതെന്താണ് അവൻ പറഞ്ഞത്? അവൻ പറയണേ സ്ത്രീകളെ എൻജോയ് ചെയ്തിട്ടാണ് ഇത്രേ പ്രസവമൊക്കെ നടത്തുന്നത്. വളരെ എൻജോയ്മെന്റ് ആണ്. അത് ഇവനായിരുന്നല്ലേ ഞാനും കേട്ടത്. അവൻ പറയുന്നുണ്ടായിരുന്നു പ്രസവിക്കുന്നതിന് മുൻപിനും പ്രസവം കഴിഞ്ഞാലും അരി ഇടിക്കണം, വിറക് കീറണം, തെങ്ങുമ്മ കയറണം എന്നൊക്കെ പറഞ്ഞത് ഇവനാണ്. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് സുഖപ്രസവം ഉണ്ടാവുമെന്നായിരിക്കും ഈ പൊട്ടന്റെ വിചാരം. അതിനവനെ സോഷ്യൽ മീഡിയയില് പെണ്ണുങ്ങള് ഇനി അവനൊന്നും പറയാനില്ല. അതെ, ഇപ്പൊ അതിനു വേണ്ടിട്ട് അവന്റെ ഭാര്യനെയും പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ കണ്ട്. അത് ശരി. അപ്പൊ ഇവനെ കുറിച്ചാണ് ഈ പെൺകൊച്ചു പറഞ്ഞത് അല്ലേ? ആ പെൺകൊച്ചു വിചാരിച്ചിട്ടുണ്ടാവും ഇവൻ എന്തോ വലിയ ഗൈനക്കോളജിസ്റ്റ് ആണ്, നീ പൊട്ടത്തരം പറഞ്ഞത് കേട്ട്. ദൈവമേ, എന്നാ ഞാൻ അവരോട് പറയാ കാര്യങ്ങളൊക്കെ. പറഞ്ഞേക്ക്. എന്തായാലും ഒരു ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധി പറഞ്ഞതാണ് ഇത് മൊത്തം. അതൊന്നും വിശ്വസിച്ച് ഓരോന്നും ചെയ്യരുതെന്ന് ആ പാവത്തിനോട്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നാളെ റിസൾട്ട് അറിയുന്നില്ല. ശരിയാണല്ല. ആരാണ് സംസ്ഥാന പുതിയ സർക്കാർ ആരാണെന്ന് ഇപ്പൊ എല്ലാവരും ഈ സർവേ ഫലം വന്നേക്കുന്നത് മുഴുവൻ UDF ജയിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ SNDPയുടെ ഒരു ദൈവമുണ്ട്. ഈ ദൈവം പറയാണ് മൂന്നാമതും കാരണഭൂതം മുഖ്യമന്ത്രിയാകും. ശ്രീനാരായണ ഗുരുവാണോ ഇനി? അല്ലല്ല, ഓഹോ, മറ്റേ ദൈവം വെള്ളാപ്പള്ളി നടേശ ദൈവമേ, എന്നെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ, കണ്ണൊന്നും പോകാതെ കാക്കണേ. ആ ദൈവം പറയണ എന്താണെന്നറിയാമോ? കേസുകൾ ഇങ്ങനെ കിടക്കണേ, ഭൂതം ഇത്രയും നാളെ കിടക്കേണ്ടിയിരുന്നാണ്. ഇനിയിപ്പോ പേടിയായി. സതീശനാണ് ഈ ദൈവത്തിന്റെ ശത്രു. മുഖ്യമന്ത്രി സതീശനായാല് ദൈവം ഇനിയിപ്പോ എവിടെയാണാവോ കിടക്കാൻ പോണെന്ന് അറിഞ്ഞൂടെ. അപ്പൊ അല്ല, ഇതിന്റെ ഇടയില് നമ്മുടെ ഈ കാരണഭൂതം അവിടെ കുറച്ചുപേരോട് പറയണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരും എന്നൊക്കെ. പിന്നെയല്ലേ അറിഞ്ഞത് അതേ തന്നെ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ജയിൽപ്പുള്ളികളോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ചിലപ്പോ നാക്ക് പിഴക്കൂല, അങ്ങനെ പോകാനാണ് സാധ്യത. നമ്മുടെ പൂഞ്ഞാറിലത്തെ ജോർജ്, ഏത് ജോർജ് കളിക്കാരൻ, വീണ്ടും ഇവിടുത്തെ MLA ആകുമെന്ന് പറഞ്ഞിട്ട് വലിയ വലുതടിച്ച് നടക്കുന്നുണ്ട്. അറിയാട്ടാ ഈ കളിക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതെ, കളിക്കാൻ പറ്റുമോ, പിടിക്കാൻ കിട്ടുമോ, ഇതൊക്കെ പറഞ്ഞ് നാളെ ഇനി വീണ്ടും നടക്കാം. അതെ അതെ അതെ. എന്തായാലും അപ്പൊ
നാളെ ഞാൻ ഇങ്ങോട്ട് വരാം, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഇലക്ഷൻ വാർത്തകളൊക്കെ കേട്ടിരിക്കാം. ശരി ശരി ശരി.